എൻ്റെ പുറകിലുള്ളത് വാർഷിപ്സ് ആണ്. യുദ്ധത്തിന് ഉപയോഗിക്കുന്ന പല രാജ്യത്തെ പല മോഡലിലാണ് ഞാൻ കാണാൻ വന്നിരിക്കുന്നത്. ഖത്തറിൽ എല്ലാ വർഷവും സംഘടിപ്പിക്കാറുള്ള ഡിംടെക്സ് എന്ന പരിപാടിയിലേക്കാണ് ഞാൻ പോകുന്നത്. മെയിനായിട്ട് ഇവരുടെ ഡിഫൻസ് ടെക്നോളജീസ് കാണാനുള്ള ഒരു പരിപാടിയാണിത്. 5 വർഷം ഖത്തറിൽ നിന്നിട്ടും ഈ ഹമദ് പോർട്ടിൽ വന്നപ്പോൾ വേറെ ഏതോ സ്ഥലം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഹമദ് പോർട്ടിൽ നിന്ന് സന്ദർശകർക്കുള്ള ഷട്ടിൽ സർവീസിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഖത്തറിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഒരാളെ ഉള്ളുവെങ്കിലും അവരുടെ സർവീസ് അവരൊരിക്കലും മുടക്കില്ല. ഇവിടുത്തെ ബസ്സിൽ വാട്ടർ ഡിസ്പെൻസറുകൾ കണ്ടു. നമ്മുടെ നാട്ടിൽ ഇത് അത്യാവശ്യമാണെന്ന് ഇത് കണ്ടപ്പോൾ തോന്നിപ്പോയി. 10 മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ സുഡാനി പയ്യൻ ഏകദേശം നമ്മളെ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. ഈ ബസ്സിലായിരിക്കില്ല നമ്മൾ തിരിച്ചു വരുന്നത്. അതുകൊണ്ട് അവനോട് ഞാൻ ഗുഡ് ബൈ പറഞ്ഞു. ഇത് ഫ്രാൻസ് രാജ്യത്തെ യുദ്ധക്കപ്പലാണ്. വീഡിയോ കുറച്ച് ദൂരെ നിന്ന് എടുക്കാനേ എനിക്ക് അനുവാദമുള്ളൂ. അതുകൊണ്ട് അത്ര വലിപ്പം വീഡിയോയിൽ തോന്നുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും നടന്നു വന്നപ്പോൾ ഫ്രാൻസിന്റെ ക്ലോസ് ചെയ്തു. ഫ്രാൻസിന്റെ ഷിപ്പ് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മളടുത്ത ജോർദാന്റെ ഷിപ്പ് കാണാൻ വേണ്ടി, പക്ഷെ അടുത്തെത്തിയപ്പോഴാണ് അത് ജോർദാൻ അല്ല ഒമാന്റെ ആണെന്ന് മനസ്സിലാക്കിയത്. ഒമാന്റെ ഷിപ്പിന്റെ അകത്തേക്ക് ഞാൻ കയറി. എന്നെ ഭയങ്കര അടിപൊളിയായിട്ടാണ് അവർ സ്വീകരിച്ചത്. ഒമാനി ഹൽവയും നട്ട്സും ഒക്കെ എനിക്ക് തന്നു. സെക്യൂരിറ്റി റീസൺസ് കാരണം ഉള്ളിലൊന്നും വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ ഈവൻ മെഷീൻ ഗൺസിൽ വരെ നമുക്ക് പിടിക്കാം. എന്താ പറയാ, ബാക്കിയെല്ലാം നമുക്ക് അനുവാദമുണ്ട്, വീഡിയോ എടുക്കാൻ പറ്റില്ല. ഫ്രാൻസ്, ഒമാൻ കൂടാതെ റഷ്യ, സൗദി അറേബ്യ, ഖത്തറിന്റെ ഒക്കെ യുദ്ധക്കപ്പലുകൾ അവിടെ ഉണ്ടായിരുന്നു. റഷ്യയുടെ കപ്പൽ കാണാൻ ഒരു വില്ലന്റെ ലുക്കായിരുന്നു. ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലെങ്കിലും ഇത് കാണുമ്പോഴേ അറിയാം ഇതെന്തോ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ പീരങ്കിയൊക്കെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെയൊക്കെ അടുത്ത് വരെ നമുക്ക് പോകാൻ പറ്റും ശരിക്കും. ഖത്തറിന്റെ കപ്പലിൽ ഏതോ വലിയ ഷെയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ സെക്യൂരിറ്റീസ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. സൗദി അറേബ്യയുടെ ഹെലികോപ്റ്റർ ആണിത്. മെയിൻലി യൂസ് ഫോർ സെർച്ച് ആൻഡ് റെസ്ക്യൂ. ബട്ട് ഇത് ഇറ്റ് ക്യാൻ ഡിറ്റക്ട് എനിത്തിങ് ദാറ്റ് ത്രോസ് ടു സീ. അതായത് കടലിലേക്ക് എന്തെങ്കിലും എറിഞ്ഞാൽ തന്നെ ഈ ഹെലികോപ്റ്ററിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അത് കണ്ടുപിടിക്കാൻ പറ്റും. അത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ഈ ഹെലികോപ്റ്ററിനുള്ളത്. പുതിയ കാര്യങ്ങൾ കാണുന്നത് പുതിയ ഭക്ഷണം കഴിക്കുന്ന പോലെ എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ ഹെലികോപ്റ്ററിന്റെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തരാൻ ഒരാൾ ഉണ്ടായിരുന്നു. വെറും 4 ദിവസത്തേക്ക് ഈ എക്സിബിഷന് വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ് ഈ കപ്പലും ഹെലികോപ്റ്ററും. വേറൊരു വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.